ചെങ്ങായിമാർ ഇപ്രാവശ്യം നമ്മൾ കേരള BJP കണ്ടില്ല, നിയമസഭയിൽ 3 അംഗങ്ങളാണ് ഉള്ളത്. അതിൽ ഒരാളുണ്ടല്ല നിയമസഭാ കക്ഷി നേതാവാക്കാൻ വേണ്ടി അവരുണ്ടല്ല തമ്മിൽ തല്ലാണ്, ഒരൊന്നര തല്ല്. ഇവരാണ് കുറച്ചു ദിവസം മുന്നേ 102 അംഗങ്ങളുള്ള കോൺഗ്രസ് ഉണ്ടല്ല അവർ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ വളരെ വൈകുന്നു, അവർ തമ്മിൽ തല്ലാന്ന് പറ്റി ജോഹറും പ്രശ്നമാക്കിയത്. അതുമാത്രമല്ല 35 അംഗങ്ങളുള്ള CPM ഉണ്ടല്ല അവർ പ്രതിപക്ഷ നേതാവിനെ തീരുമാനിച്ചില്ലെന്നും പറ്റി ഇവർ ജോറായിട്ട് പ്രശ്നമാക്കി. അതായത് 3 അംഗങ്ങളുള്ള ഇവർക്കുണ്ടല്ല അതിൽ ഒരാളെ നിയമസഭാ കക്ഷി നേതാവാക്കാൻ വേണ്ടി ഇതുവരെ കഴിഞ്ഞില്ല. ഇവരാണ് മറ്റുള്ളവരെ ഇങ്ങനെ കളിയാക്കുന്നത്, ഉളുപ്പും നാടും മാനുമില്ലാതെ. അപ്പൊ ഈ 3 ആളുകളല്ല പ്രശ്നം ഉണ്ടാക്കുന്നത് മെയിൻ ആയിട്ട് 2 ആളാണ്. അതിൽ ആദ്യത്തെ ആളല്ല നമ്മുടെ ചന്ദ്രശേഖരൻ മുതലാളിയാണ്. ചന്ദ്രശേഖരൻ മുതലാളി ഉണ്ടല്ല നിയമസഭാ കക്ഷി നേതാവാകാൻ വേണ്ടി പറഞ്ഞ യോഗ്യത എന്താ പറയാ, ഒറ്റ രാത്രി കൊണ്ടാണ് മൂപ്പറുടെ അമ്മയ്യപ്പന്റെ കമ്പനിയില്ലേ BPL കമ്പനി അത് പൂട്ടിച്ചത്. അതായത് അന്തേൽ നമ്മളെ മോഹൻലാലി ഒറ്റ ദിവസം കൊണ്ടാണ് ഒഴിപ്പിച്ചെങ്കിൽ നമ്മുടെ ചന്ദ്രശേഖരൻ മുതലാളി ഒറ്റ രാത്രി കൊണ്ട് BPL കമ്പനി പൂട്ടിച്ച്. അതുകൊണ്ട് ആ യോഗ്യത വെച്ചിട്ടുള്ള നമ്മുടെ ചന്ദ്രശേഖരൻ മുതലാളിനെ നിയമസഭാ കക്ഷി നേതാവാക്കണം എന്നാണ് നമ്മുടെ ചന്ദ്രശേഖരൻ മുതലാളിയും അയാളുടെ ആരാധകരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഈ സ്ഥാനത്തിനോട് അഹോരാത്രം പണിയെടുക്കുന്ന ആരാന്നറിയാം, നമ്മളെ V. മുരളീധരനെ കൊണ്ട് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട യാതൊരു കാര്യമില്ലോ. മൂപ്പറുടെ ക്രൂഡ് ഓയിൽ സിദ്ധാന്തം ഉണ്ടല്ല ലോക പ്രശസ്തം. ആ സിദ്ധാന്തം തന്നെ മിക്കവാറും അടുത്ത പ്രാവശ്യം ഉണ്ടല്ല നോബൽ സമ്മാനം വരെ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് ആൾക്കാർ പറയുന്നത്. അതുകൊണ്ട് നോബൽ സമ്മാനം കിട്ടാൻ സാധ്യതയുള്ള ക്രൂഡ് ഓയിൽ സിദ്ധാന്തം കണ്ടുപിടിച്ച നമ്മളെ V. മുരളീധരൻ ഉണ്ടല്ല നിയമസഭാ കക്ഷി നേതാവാകണമെന്നാണ് മൂപ്പറുടെ ആരാധകരും ഘോരം പ്രസംഗിക്കുന്നത്. അങ്ങനെ ഈ 2 ഗ്രൂപ്പുകാരും അതായത് അമ്മായിയപ്പന്റെ കമ്പനി ഉണ്ടല്ല ഒറ്റ രാത്രി കൊണ്ട് പൊടിച്ച നമ്മളെ ചന്ദ്രശേഖരൻ മുതലാളിയും പിന്നെ ക്രൂഡ് ഓയിൽ സിദ്ധാന്തം കണ്ടുപിടിച്ച നമ്മളെ V. മുരളീധരൻ തമ്മിൽ ജോറം തല്ല നടക്കുന്നത്. എന്തായാലും നമുക്ക് അതുമായി ബന്ധപ്പെട്ട് വന്ന ഒരു വാർത്ത കേട്ടാലോ. നിയമസഭാ കക്ഷി നേതാവ് ആരാകും എന്ന ഇതിൽ BJP തർക്കം തുടരുകയാണ്. ഇന്നലെ നടന്ന നേതൃയോഗത്തിലും തീരുമാനമായില്ല. കക്ഷി നേതാവാകണമെന്ന നിലപാട് ഉറച്ചു നിൽക്കുകയാണ് രാജീവ് ചന്ദ്രശേഖറും V. മുരളീധരനും. വിഷയം കേന്ദ്ര നേതൃത്വത്തിന് മുന്നിലെത്തിയെന്നാണ് വിവരങ്ങളുമായി ശ്രീ തുടരുന്നുണ്ട്. ശ്രീത്ത്, ഇവിടെ V. മുരളീധരൻ അനുകൂലമായി കോർ കമ്മിറ്റിയിൽ ധാരണയുണ്ടായെന്ന് നേരത്തെ സൂചന ഉണ്ടായിരുന്നു. അതിൽ പറഞ്ഞത് 2 പദവി ഒരാൾക്ക് വേണ്ട എന്ന V. മുരളീധരൻ പക്ഷം നിലപാട് സ്വീകരിച്ചെന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ ഒരു ധാരണ യഥാർത്ഥത്തിൽ ഉണ്ടായില്ല എന്നതാണോ അതോ ആ ധാരണയ്ക്ക് ശേഷം കാര്യങ്ങൾ തകിടം മറിയുകയാണോ? ശ്രീത്ത്, കാശ്മീർ കോർ കമ്മിറ്റിയിൽ V. മുരളീധരൻ പാർലമെന്ററി രംഗത്ത് പരിചയസമ്പന്നനായ കേരള രാഷ്ട്രീയത്തിൽ കുറച്ചുകൂടി സ്വാധീനമുള്ള V. മുരളീധരൻ നിയമസഭാ കക്ഷി നേതാവായി വരട്ടെ എന്നൊരു ധാരണ ഉണ്ടായിരുന്നു. എന്നാൽ ആ തീരുമാനത്തിനോട് രാജീവ് ചന്ദ്രശേഖരന് വിയോജിപ്പുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ഇന്നലെ ചേർന്ന BJPയുടെ നേതൃയോഗത്തിലും നിയമസഭാ കക്ഷി നേതാവ് ആരാണെന്ന കാര്യത്തിൽ ഒരു ധാരണ രൂപപ്പെട്ടിട്ടില്ല. ഇതിൽ 2 നേതാക്കളും തങ്ങൾക്ക് നിയമസഭാ കക്ഷി നേതാവാകണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. 3 MLA-മാരുള്ള പാർട്ടിയാണ് കേരള നിയമസഭയിൽ BJP. അതുകൊണ്ട് തന്നെ 2 പേരും നിലപാടിൽ ഉറച്ചു നിന്നതോടെ ആര് നിയമസഭാ കക്ഷി നേതാവാകും എന്ന കാര്യത്തിൽ ഇപ്പോൾ തീരുമാനമില്ല. എന്നാൽ മുൻനിരയിൽ ഇരിപ്പിടം ലഭിച്ചിരിക്കുന്നത് BJP സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖരനാണ്. അദ്ദേഹമാണ് ഇപ്പോൾ സ്പീക്കറെ അനുമോദിച്ചുകൊണ്ട് കക്ഷി നേതാക്കളെ സംസാരിച്ചതും രാജീവ് ചന്ദ്രശേഖരാണ്. എന്നാൽ ഇക്കാര്യത്തിൽ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ തർക്കം രൂക്ഷമായതോടെ കേന്ദ്ര നേതൃത്വത്തിന്റെ അരികിലേക്ക് പരാതിയുമായി നേതാക്കൾ എത്തിയിട്ടുണ്ട്. നിങ്ങൾ കേട്ടല്ലോ 3 MLA-മാരുള്ള കേരളത്തിലെ BJPന്റെ പ്രശ്നം തീർക്കാൻ വേണ്ടി കേന്ദ്രത്തിന് BJP-ക്കാർ ഇടപെടേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇനി ഈ BJP-ക്ക് എങ്ങാനും കേരളത്തില് 30 MLA-മായിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെയായിരിക്കും കാണേണ്ടി വരുന്നത്? വെടിവെപ്പും വാൾപ്പേറ്റും അതുപോലുള്ള പ്രശ്നങ്ങളായിരിക്കും ഇവർ തമ്മിലുണ്ടാവുക. പിന്നെ വേറൊരു കാര്യം കേട്ടില്ല, ഇന്ന് നിയമസഭ കൂടിയപ്പം നമ്മളെ ചന്ദ്രശേഖരൻ മുതലാളി ഉണ്ടല്ല ഓടിപ്പോയിട്ട് മുന്നത്തെ സീറ്റ് തന്നെ പോയി ഇരുന്നോലും. അതായത് നമ്മളെ V. മുരളീധരൻ ഓടിപ്പോയി എത്തുമ്പോഴത്തേക്കും ചന്ദ്രശേഖരൻ മുതലാളി ഫസ്റ്റ് മുന്നത്തെ സീറ്റിൽ ഒറ്റയിരുത്തം. ഇതോടെ നമ്മളെ നോബൽ സമ്മാനം കിട്ടാൻ പോകുന്ന V. മുരളീധരൻ ഉള്ള ചന്ദ്രശേഖരൻ മുതലാളിന്റെ പിന്നിലായി. അതായത് ചന്ദ്രശേഖരൻ മുതലാളിന്റെ ബേക്ക് കണ്ടിട്ട് ഇരിക്കേണ്ട അവസ്ഥയാണ് നമ്മുടെ മുരളീധരൻ വന്നിട്ടുള്ളത്. ഇനി നമുക്കുള്ള നമ്മുടെ V. മുരളീധരന് വേണ്ടിയിട്ടുണ്ടല്ല കേന്ദ്രത്തിന് ധർമ്മേന്ദ്ര ഇറങ്ങിയിട്ടുണ്ടല്ലോ. ആ വാർത്ത ഒന്ന് കേട്ടിട്ട് വന്നാലോ. धर्मेंद्र जी नमस्कार, धन्यवाद. आज हम शपथ लेने वाले अभी 9 बजे यहाँ सदन शुरू होता है 9 बजे. केरल में सब लोग सुबह उठकर चले जाते हैं. अभी तय नहीं हो, अभी इसके बाद अभी शपथ के बाद मीटिंग है, तब तय हो. ठीक है. ഏത് ധർമ്മേന്ദ്ര, എന്ത് ധർമ്മേന്ദ്ര? ആ ഫോണിന്റെ അപ്പുറത്തുണ്ടല്ല അങ്ങനെ ഒരാളേ ഇല്ല. പണ്ടൊക്കെ നമ്മൾ ആദ്യമായിട്ട് ഫോൺ വാങ്ങുമ്പോൾ റോഡ് സൈഡിൽ നിന്നും ബസ് സ്റ്റോപ്പിൽ നിന്നിട്ടില്ല വെറുതെ ആള് കാണാൻ വേണ്ടി പിന്നെ ഫോൺ വിളിക്കില്ലേ, ആ സംഭവമാണ് നമ്മളെ V. മുരളീധരൻ ഇപ്പൊ ഇവിടെ കാണിച്ചത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിണ്ടല്ല നമ്മളെ V. മുരളീധരൻ ധർമ്മേന്ദ്രനെ മാത്രമല്ല അമിതാഭ് ബച്ചനെയും വിളിക്കും. വേണമെങ്കിൽ മാധുരി ദീക്ഷിത് വരെ അവിടെ ഫോട്ടോ വിളിച്ച് കാണിക്കും. എനിക്ക് ഈ വീഡിയോ കാണുമ്പോഴല്ല നമ്മളെ പുലിവാൽ കല്യാണത്തിലെ കൊച്ചിൻ ഹനീഫിന്റെ ധർമ്മേന്ദ്രയില്ലേ, ആ ധർമ്മേന്ദ്രനെ ഓർമ്മ വരുന്നത്. ഇനി എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാം, ഈ വീഡിയോ കാണുന്ന ചന്ദ്രശേഖരൻ മുതലാളി ഉണ്ടല്ല നേരിട്ടില്ല അമിതാഭ് ബച്ചനെ കൊണ്ട് വിളിപ്പിക്കേണ്ട എല്ലാ അവസ്ഥയുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ 2 ആളുണ്ടല്ല ഈ കളിയാന്ന് കളിക്കുന്നെങ്കിൽ നമ്മൾ ശോഭാ സുരേന്ദ്രല്ലേ നമ്മളെ പാലക്കാട് തോറ്റ MLA നിഴൽ ശോഭേച്ചി പറഞ്ഞിട്ടുണ്ട് നിയമസഭയുടെ പുറത്തുണ്ടല്ലോ നമ്മളെ ശോഭേച്ചി ഒരു കാവൽക്കാരത്തേറ്റി അവിടെ തന്നെ ഉണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ കളി തന്നെ തുടർന്നിട്ടുണ്ടല്ല നമ്മളെ ശോഭേച്ചിട്ടില്ല. നിങ്ങൾ ആരും കാണാതെ നിയമസഭയിൽ വന്നിട്ട് നിയമസഭാ കക്ഷി നേതാവ് BJP-ന്റെ നിയമസഭാ കക്ഷി നേതാവാകേണ്ട എല്ലാ സാധ്യതയുണ്ട്. ഇനി ആരും കാണാതെ നിയമസഭയിൽ കയറുമ്പോൾ നമ്മളെ ശോഭേച്ചിനെ ആരെങ്കിലും പിടിച്ചിട്ടുണ്ടെങ്കിൽ ശോഭേച്ചി എന്താ പറയുന്നത്
ആരാന്നറിയാം? ഇത് ഞാനല്ല, ഇത് ഞാൻ ശോഭയല്ല, ഇതുണ്ടല്ല എന്റെ നിഴൽ ശോഭയില്ലേ, നിഴൽ ശോഭയാന്ന് പറ്റി നമ്മൾ ശോഭിച്ച് രക്ഷപ്പെടും ചെയ്യും. അതുകൊണ്ട് ഞാൻ പറയുന്ന നിയമസഭാകക്ഷി നേതാവ് ആരാകണമെന്നും ഫ്രണ്ട് സീറ്റിൽ ആരിയിരിക്കണമെന്നും സൈഡ് സീറ്റിൽ ആരിയിരിക്കണമെന്നും നിങ്ങൾ മൂന്നാളുണ്ടല്ല, നിങ്ങൾ മൂന്നാളും വേഗം തന്നെ തീരുമാനിച്ചോ. അല്ലെങ്കിൽ നിങ്ങൾ ഇരിക്കേണ്ട സീറ്റിലുണ്ടല്ല, നമ്മളെ ശോഭിച്ചിട്ടില്ല, നമ്മളെ ശോഭിച്ച് കയറിയിരിക്കേണ്ട എല്ലാ സാധ്യതയുണ്ട്. ഇനി നമുക്കുണ്ടല്ല അടുത്തതായിട്ട് ഇപ്രാവശ്യം നിയമസഭയെ കയറിയിട്ടുണ്ടല്ല മുഖ്യമന്ത്രിയാകാൻ കാത്തിരുന്ന നമ്മുടെ ശ്രീലേഖ മാടൂല്ലേ, ശ്രീലേഖ മാഡം നിയമസഭയുടെ പുറത്തുനിന്ന് പറഞ്ഞ കുറച്ച് കോമഡി കാര്യങ്ങൾ കേട്ടാലോ. എന്തായാലും വലിയ സന്തോഷമാണ്. ഈ 3 എന്നുള്ളത് ഉടൻ 30 ആകുമോ? പിന്നെ തീർച്ചയായിട്ടും ആകും. കാരണം നമ്മൾ തിരുവനന്തപുരം നഗരസഭ പിടിച്ചെടുത്തില്ലേ, അതുപോലെ നമ്മുടെ നഗരസഭ, അതുപോലെ തന്നെ നിയമസഭയും കേരള നിയമസഭയും BJPയുടെ കയ്യിൽ വരും. ഒരുപക്ഷെ കൂടുതൽ ഇടങ്ങളിലേക്കൊക്കെ വരും തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കാൻ കഴിയുമെന്നുള്ള തെളിവാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ്. തീർച്ചയായിട്ടും അതെ. ജനം ഇപ്പോൾ സ്വീകരിച്ചു എന്നുള്ളതിന്റെ തെളിവാണ് 3 MLA എന്ന് പറയുന്നത്. 100 MLA ശക്തിയോടുകൂടി നിയമസഭയിൽ പ്രവർത്തിക്കുന്നത് കണ്ടിട്ടെങ്കിലും ആളുകൾക്ക് വിശ്വാസം വരും. തീർച്ചയായിട്ടും അടുത്ത ഊഴം ഇനിയും തീർച്ചയായിട്ടും BJPയുടെ തന്നെ ആയിരിക്കും. ഈ കോർപ്പറേഷന്റെ ഒരു ഭരണ നേട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായി എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ വന്നിട്ട് 3 മാസമേ ആ സമയത്ത് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ 3 മാസം കൊണ്ട് തന്നെ നമുക്ക് ഒരു 5 വർഷത്തെ പ്രവർത്തന ഫലം നമുക്ക് ജനങ്ങൾക്കിടയിൽ നിന്ന് മനസ്സിലായി. അവരൊക്കെ തന്നെ അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം നഗരസഭയിൽ ഒരു മാറ്റം കൊണ്ടുവന്നതുപോലെ നിയമസഭയിലും അവരൊരു മാറ്റം ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് 3 സീറ്റ് കിട്ടിയത്. 3 എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കത് 30-നേക്കാൾ വിലയുള്ളതാണ്. നമ്മൾ ഭരണത്തിൽ തന്നെയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ശക്തമായിട്ടുള്ള പ്രതിപക്ഷമായിട്ട് ഈ 3 MLA നിയമസഭയിൽ ഉണ്ടാകും, BJPയുടെ ശബ്ദമായിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഈ മാറ്റം ഈ നാറ്റം ഡയലോഗിക്കുന്ന ആരാന്നറിയാം? നമ്മുടെ ഡെപ്യൂട്ടി മേയർ, തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഡെപ്യൂട്ടി മേയർ. ഇവര് വന്നതിന് ശേഷമല്ല 3 മാസം കൊണ്ട് തിരുവനന്തപുരത്ത് ഉണ്ടായ മാറ്റം എന്താണെന്നറിയാം? മൊത്തം നാറ്റം. തിരുവനന്തപുരത്ത് എവിടെ ഇറങ്ങിയാലും നാറ്റത്തോട് നാറ്റാന്ന്. അതാണ് ഇവര് 3 മാസം കൊണ്ട് തിരുവനന്തപുരത്തിട്ടാക്കിയ ആകെ മാറ്റം. നിങ്ങൾ നോക്കിക്കോ, തിരുവനന്തപുരത്തുള്ള കോർപ്പറേഷൻ പരിധിവിട്ട നടക്കുമ്പോഴില്ല മൂക്ക് പൊത്താതെ ഒരാൾക്ക് നടക്കാൻ പറ്റൂല. ആ നാറ്റം മാറ്റാൻ സമയമില്ലാത്ത ഇവരാണ് മാറ്റം കൊണ്ടുവരുന്ന പറയുന്നത്. ഇവർക്ക് ആ നാറ്റം മാറ്റാനൊക്കെ എവിടെ സമയം? ഇവർക്കുണ്ടല്ല നല്ല പുട്ടിയും പെയിന്റ് ഇട്ടിട്ട് നല്ല ഡ്രസ്സ് ഇട്ടിട്ട് റീൽസ് ചെയ്യാൻ വേണ്ടി മാത്രമേ സമയമുള്ളൂ. അതായത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ 3 മാസം കൊണ്ട് ഇവരുണ്ടാക്കിയ മാറ്റം എന്ന് പറയാം 300-ൽ പരം പുതിയ പുതിയ ആ റീൽസ് ചെയ്തെന്നുള്ളതാണ് ആകെ ഉണ്ടായൊരു മാറ്റം. പിന്നെ വേറൊരു കാര്യം, ഇപ്രാവശ്യമുണ്ടല്ല 3 MLA BJPന്റെ 3 MLA നിയമസഭയിൽ വന്നിട്ടില്ല 30,000 ആൾക്കാരെ കൂട്ടിയിട്ടാണ്. അത് കാണുമ്പോഴല്ല ഈ സംഭവം എന്ന് അറിയാത്ത ആൾക്കാരെന്ന് വിചാരിക്കുന്നറിയാം. ആ വീഡിയോ കാണുമ്പോൾ കേരളം ഭരിക്കുന്നത് BJP ആണെന്നേ ആ കാണുന്ന ആൾക്കാർ വിചാരിക്കും. എന്താ ചെയ്യാ, പോട്ടെ, നിയമസഭ വന്ന് ഒന്ന് കണ്ടിട്ട് എല്ലാം പോക്കട്ടെ, അതേ നടക്കലുള്ളൂ. ഏതായാലും നിങ്ങളുടെ അടുത്ത ഇലക്ഷൻ ആകുമ്പോഴത്തേക്ക് ഈ 3 മാറ്റിട്ട് 30 ആക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചോ. നമ്മളെപ്പോഴുണ്ടല്ല, നിങ്ങൾക്ക് ഈ 3 ഇടില്ല, ആ 3 ഇഞ്ചിയാക്കാൻ വേണ്ടിട്ട് പരമാവധി ശ്രമിക്കാം. ഏതായാലും നിങ്ങളില്ല ഇപ്പൊ ഈ 3 ഇഞ്ചി MLA അവരെ കൊണ്ട് ഈ അടിയൊക്കെ നിർത്തിട്ട് ആരെങ്കിലും ഒരാൾ അതിൽ നേതാവാകാൻ വേണ്ടി പറ. അതിപ്പോ ധർമ്മേന്ദ്രന്റെ അനുയായി നമ്മുടെ V മുരളീധരനില്ലേ, മൂപ്പറായാലും ശരി, അന്തേരി ഒറ്റ രാത്രി കൊണ്ട് ഒഴിപ്പിച്ച മോഹൻലാലിനെ പോലെ സ്വന്തം അമ്മായിയപ്പന്റെ BPL കമ്പനി ഒറ്റ രാത്രി കൊണ്ട് ഒഴിപ്പിച്ച നമ്മുടെ ചന്ദ്രശേഖരൻ മുതലാളിയല്ലേ, മൂപ്പറായാലും ശരി, ആരാന്ന് വെച്ചാല് എത്രയും പെട്ടെന്ന് ഒരാളെ നിങ്ങൾ നേതാവായിക്കോ. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെയില്ല നമ്മളെ ശോഭേച്ചി കയറിയിരിക്കും. എന്ത് തീരുമാനമായാലും ശരി, അടുത്ത 5 വർഷമില്ലേ, അടുത്ത 5 വർഷത്തിന് മുന്നേ തീരുമാനിക്കണം കേട്ടാ. നിങ്ങൾ കുറ്റം പറഞ്ഞ കോൺഗ്രസ്സുകാർ മുഖ്യമന്ത്രിനെയാക്കി, നിങ്ങൾ കുറ്റം പറഞ്ഞ CPM മാരുണ്ടല്ല പ്രതിപക്ഷ നേതാവിനെയാക്കി. ഇനി ഈ കുറ്റം പറഞ്ഞ നിങ്ങളിട്ടില്ല, നിങ്ങളാണിങ്ങനെ ഈ 3 ആളെയും കൊണ്ട് 3 ഇഞ്ചിയായിട്ട് നടക്കുന്നത്. അപ്പൊ എന്തായാലും 3 MLA തമ്മിലുള്ള പ്രശ്നം വരെ തീർക്കാൻ പറ്റാതെ കേരളം പിടിച്ചടക്കം നടക്കുന്ന ചാണക സംഖ്യക്കും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.